സൗമ്യ സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പത്തരമാറ്റ് സീരിയൽ ഇന്നത്തെ എപ്പിസോഡിൽ നയന ആദർശിനോട് പറയുന്നുണ്ട്, നമുക്കിടയിൽ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ആദർശേട്ടാ. വിവാഹം കഴിഞ്ഞിട്ടും എല്ലാ അർത്ഥത്തിലും നമ്മൾ ഒന്നായിട്ടൊന്നും ഇല്ല. അത് മാത്രമാണ് നമുക്കിടയിലുള്ള നേരിയൊരു സങ്കടം. എന്നാൽ നവ്യേച്ചിയുടെ കാര്യം അങ്ങനെയല്ല. ചേച്ചി നല്ല വിഷമത്തിലാ. അതുപോലെ അഭി ഇപ്പൊ സ്വഭാവം മാറ്റിയിരിക്കുന്നത്. ചേച്ചിയോട് അമിത സ്നേഹം കാണിച്ച് രാത്രിയിലാ ആദർശേട്ടന്റെ അമ്മ പാല് കുടിച്ചിട്ട് ഹോസ്പിറ്റലായത്. എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഒരു പൊരുത്തക്കേട് തോന്നുന്നുണ്ട്. ആദർശ് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഉദ്ദേശിക്കുന്നേ? അന്ന് ആ പാലിന് ഞാൻ ചേച്ചിക്ക് വേണ്ടി കാച്ചി വെച്ചതാണെന്ന് പറഞ്ഞിരുന്നല്ലോ. അത് അമ്മ കുടിച്ചില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ചേച്ചി അത് കുടിക്കുമായിരുന്നു. അങ്ങനെയെങ്കിൽ ചേച്ചിക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ട് ചേച്ചി ഇപ്പം ക്രിട്ടിക്കലായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കില്ലായിരുന്നോ? ഇതൊക്കെ മുന്നിൽ കണ്ടിട്ടാണോ അഭി ചേച്ചിയെ സ്നേഹിച്ചതെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. പിന്നെ ഈ മാല ഇട്ടത് കൊണ്ട് ആരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യുമോ? ആദിശി പറയുന്നുണ്ട്, അവൻ ചെയ്യും. അവൻ അതിനപ്പുറവും അവൻ ചെയ്യും. അവനെ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും അല്ല വ്രതം എടുത്തത്. ഞങ്ങളെല്ലാരും പറഞ്ഞതുകൊണ്ട് അവൻ എടുത്തത്. ഭക്തിയൊന്നും ഇല്ലാത്ത മനസ്സാ അവൻ്റെത്. നയന പറയുന്നുണ്ട്, ഇക്കാര്യത്തില് അബിയെ അല്ലെങ്കിൽ അബിയുടെ അമ്മ അല്ലെങ്കിൽ അനാമികയുടെ അമ്മയെ നമുക്ക് സംശയിച്ചേ പറ്റുള്ളൂ. എന്നിട്ട് നയന പറയുന്നുണ്ട്, ഞാൻ മുത്തശ്ശനെ കണ്ടിട്ട് വരാന്ന് പറഞ്ഞിട്ട് നയന പോവാ. ആദർശ് അബിയോട് ചോദിക്കുന്നുണ്ട്. അബി പറയുവാ, ഏട്ടൻ ഇത് എന്തൊക്കെയായി പറയുന്നേ? ഏട്ടത്തി ചെയ്ത തെറ്റ് മറ്റുള്ളവരെ നീ ഏറ്റെടുക്കണോ? ആദർശ് അപ്പൊ പറയാ, അന്ന് നീ നവിയോട് കാണിച്ച സ്നേഹമൊന്നും നിനക്കിപ്പോ അവളോട് ഇല്ലല്ലോ. നീ അവളെ കൊണ്ട് പുറത്തോട്ടൊന്നും പോകുന്നില്ലല്ലോ. അബി ചോദിക്ക, അതും ഇതുമായിട്ട് എന്താ ബന്ധം? എടാ, അമ്മ അന്ന് ആ പാല് കുടിച്ചില്ലായിരുന്നെങ്കിൽ നവ്യ അത് കുടിച്ചേനെ. അബി പറയുക, ഓ അതെനിക്ക് ചിന്തിക്കാൻ പറ്റണില്ല. അങ്ങനെ അവള് കുടിച്ചിരുന്നേലേ എന്റെ കുഞ്ഞു പോയേനെ. അവളിപ്പോ ഹോസ്പിറ്റലായേനെ. ആദിച്ചു പറയുക, അതെ, അതെ, മുന്നിൽ കണ്ടിട്ട് തന്നെയാ നീ അവളെ സ്നേഹിച്ചത്. നീ അവളെ വീട്ടിൽ കൊണ്ടുപോയതും പുറത്ത് ചുറ്റിയടിച്ചതും സിനിമയ്ക്ക് കൊണ്ടുപോയതും ഒക്കെ വലിയൊരു ദുരന്തം മുന്നിൽ കണ്ടത് തന്നെയാ. അപ്പൊ അഭി പറയാ, ഇത് ഏട്ടനോട് പറഞ്ഞവർ തന്നെയായിരിക്കും തെറ്റ് ചെയ്തത്. അവരുടെ നേരെ എല്ലാരും വിരൽ ചൂണ്ടിയപ്പോ അവര് മറ്റുള്ളവർക്ക് നേരെ തിരിച്ചു വിടുക ചെയ്യുന്നേ. ആദിച്ച് പറയാ, നയന് ഒരിക്കലും അത് ചെയ്യില്ലെന്ന് എനിക്കറിയാം. അഭി ചോദിക്കുന്നുണ്ട്, പിന്നെ ഞാനാണോ തെറ്റ് ചെയ്തത്, അല്ലെങ്കിൽ എന്റെ അമ്മയാണോ തെറ്റ് ചെയ്തത്? ആദിച്ച് പറയുക, നീയോ നിന്റെ അമ്മയോ, പിന്നെ ഇപ്പം കേറി വന്ന മരുമകളും അവരുടെ അമ്മയൊക്കെയാ ഇത്തരം വളഞ്ഞ വഴിയൊക്കെ ചിന്തിക്കുന്നത് സ്വന്തം കാര്യം നടക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത് പറയാ, ഏട്ടാ നമ്മളൊക്കെ മാലയിട്ടേക്ക, നാളെ മല ചവിട്ടേണ്ടവരാ, ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. ആദർശ് പറയുക, അത് തന്നെ എനിക്കും പറയാനുള്ളത്. ഇതിനു മുമ്പും നീ മാലയിട്ടിട്ട് പല തവണ നീ വ്രതം തെറ്റിച്ചിട്ടുണ്ട്. ഇല്ലെന്ന് നിനക്ക് പറയാൻ പറ്റുമോ? ആബി അപ്പൊ ഒന്നും മിണ്ടുന്നില്ല. ആദർശ് പറയുക, ഇല്ല, നിനക്ക് പറയാൻ പറ്റത്തില്ല. എടാ, നിന്നെ ഞാൻ കയ്യോട് പിടിച്ചിട്ടുണ്ട് പല തവണ. മലയ്ക്ക് പോകുമ്പോൾ എന്തൊക്കെയാ ചെയ്യാൻ പാടില്ലാത്തത് അതൊക്കെ നീ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ 41 ദിവസം വ്രതം എടുക്കുന്നത് എല്ലാരെയൊക്കെ പേടിച്ചിട്ടാ, അല്ലാതെ നിനക്ക് ഇഷ്ടം ഉണ്ടായിട്ടൊന്നും അല്ല. അഭി പറയുന്നുണ്ട്, ഏട്ട എന്ത് പറയുന്നത് ഞാൻ കേട്ടോണ്ടിരിക്കും. പക്ഷെ എന്റെ അമ്മായിയെ ഹോസ്പിറ്റലിലാക്കിയത് ഞാനാണെന്ന് പറഞ്ഞ എനിക്കത് സഹിക്കാൻ പറ്റില്ല. ആയിഷ് പറയാ, എടാ നയന് സത്യമുള്ളവളാ. അതുകൊണ്ട് ഒരുപാട് നാള് അവളെ പ്രതിയാക്കി എല്ലാവർക്കും അങ്ങനെ രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട. നമ്മൾ മലയ്ക്ക് പോവാൻ മാലയിട്ടതിന് ശേഷമാ ഇങ്ങനെയൊക്കെ നടന്നത്. അതുകൊണ്ട് ദൈവം തന്നെ ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ടിരിക്കും എന്ന് പറഞ്ഞ് ആയിഷ് പോവാ. ജലജയും ജാനകിയും ഐസിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിപ്പുണ്ട് ദേവേനിക്ക് കൂട്ടായിട്ട്. ജാനകി മരുന്ന് വാങ്ങാനായിട്ട് പുറത്തു പോയ സമയത്ത് ജലജയുടെ ഫോണിലോട്ട് അഭി വിളിക്കുക. ജലജ ചോദിക്കുന്നുണ്ട്, എന്താടാ? അഭി പറയാ, ഏട്ടൻ എന്നോട് തട്ടിക്കയറി. അമ്മായി ഹോസ്പിറ്റലായതിന്റെ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കേണ്ട അവസ്ഥയാ. ജലജ ഇത് കേട്ട് ചോദിക്കുന്നുണ്ട്, എന്ന് വെച്ചാ ഞാൻ അന്നത്തെ ദിവസം നവിയെ ഒരുപാട് സ്നേഹിച്ചില്ലേ അമ്മേ? അത് ഈ ദുരന്തം മുന്നിൽ കണ്ടിട്ടെന്നാ ഏട്ടൻ പറയുന്നേ. എന്ന് വെച്ചാ അവള് കുടിക്കേണ്ട പാലല്ലേ അമ്മായി കുടിച്ചത്. അതുകൊണ്ട് നമ്മളെയൊക്കെ ഇങ്ങനെ സംശയിക്കുന്നത്. ജലജ പറയുന്നുണ്ട്, ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് അവളായിരിക്കും, അവന്റെ ഭാര്യ. അഭി പറയുക, അതെ, നമ്മളിലേക്ക് സംശയം വരുവാണേലേ ഉറപ്പായിട്ട് യഥാർത്ഥ പ്രതികളെ കാണിച്ചേ പറ്റുള്ളൂ. ജലജ പറയുന്നുണ്ട്, അതിനെപ്പറ്റി നമുക്ക് പിന്നീട് സംസാരിക്കാം. അവളുമാര് സ്വയം വെളുപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക. പോയി പണി നോക്കാൻ പറ എല്ലാത്തിനോടും എന്ന് ദേഷ്യത്തിൽ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുക. നയനും മുത്തശ്ശന് മരുന്ന് കൊടുക്കുന്ന സമയത്ത് മുത്തശ്ശൻ നയനോട് പറയുക, അവൻ പറഞ്ഞത് ശരിയാ മോളെ, മോക്ക് നല്ല തളർച്ചയുണ്ട്, മോൾ അവിടെ കിടക്കുന്നതാ നല്ലത്. മുത്തശ്ശി പറയുന്നുണ്ട്, അശുദ്ധിയുള്ള സമയങ്ങളിൽ മാറിക്കിടന്ന മതി മോളെ.
മുത്തശ്ശി പറയുക, മോളെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ പല ദിവസങ്ങളിലും ആദർശ് ഒറ്റയ്ക്കാണല്ലോ കിടന്നിരുന്നത്. ഞാനോ ജയനോ ദേവേനോ അവന് ഇടയ്ക്ക് കൂട്ടുകിടക്കാറുണ്ട്. വേറൊന്നും കൊണ്ടല്ല, തണുപ്പ് സമയങ്ങളിൽ അവന് ശ്വാസം മുട്ടലുള്ളതല്ലേ. മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. മോക്ക് നല്ല ക്ഷീണമുണ്ട്. നയന പറയുക, വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഒക്കെ ഞാൻ കഴിക്കുന്നുണ്ട്. മുത്തശ്ശി പറയുന്നുണ്ട്, മോൾ ഇത്രയൊക്കെ ചെയ്തിട്ടും അതൊന്നും അമ്മായിയോട് പറയാൻ പറ്റാത്ത അവസ്ഥയായി പോയില്ലേ. നയന പറയാ, അത് പറയണ്ട, പറഞ്ഞാൽ അമ്മയ്ക്ക് പ്രഷർ കൂടത്തേ ഉള്ളൂ. മുത്തശ്ശൻ പറയുന്നുണ്ട്, ആൺമക്കളുടെ വിവാഹ സമയത്ത് എല്ലാ അമ്മമാരും പ്രാർത്ഥിക്കുന്നത് മകന് നല്ലതായിട്ട് നോക്കുന്ന ഒരു പെൺകുട്ടിയാ. ദേവേനെ ആ സമയത്ത് അങ്ങനെയായിരിക്കും പ്രാർത്ഥിച്ചിട്ടുള്ളത്. ആ പ്രാർത്ഥന ദൈവം കേട്ടു. എന്നാൽ ആ പ്രാർത്ഥനയിലൂടെ വന്ന മരുമകളെ അവൾ തിരിച്ചറിഞ്ഞില്ല. മോൾ എടുത്തെത്തുമ്പോ ഹൈ പ്രഷറാ ദേവേനിക്ക്. നയന പറയുന്നുണ്ട്, സാരമില്ല മുത്തശ്ശ, ആദർശേട്ടൻ എന്നെ മനസ്സിലാക്കുന്നുണ്ടല്ലോ, അതുപോലെ എന്നെങ്കിലും അമ്മ എന്നെ തിരിച്ചറിയും എന്ന് അറിഞ്ഞിട്ട് നയന പോവുക. മുത്തശ്ശിയോട് പറയുക, മോള് പറഞ്ഞതുപോലെ എന്ന് ദേവയാനി നയനെ തിരിച്ചറിയുക, അന്നേ ദേവയാനിയുടെ ജീവിതത്തിലെ സന്തോഷം ഉണ്ടാവുള്ളൂ എന്ന് പറയുക. ആദർശിന്റെ റൂമിലേക്ക് നയന വരുന്നത് ഒളിച്ചു നിന്ന് അഭി ഇങ്ങനെ കാണുന്നുണ്ട്. കഥ അടയ്ക്കുന്നത് നോക്കി നിൽക്കുക. എന്നിട്ട് അഭി പറയുന്നുണ്ട്, ഓ അത് ശരി, വ്രതം എടുക്കുന്നതിന്റെ മഹത്വത്തെ കുറിച്ച് പറഞ്ഞിട്ട് അമ്മായി ഹോസ്പിറ്റലായപ്പോ നൈസായിട്ട് ഭാര്യയെ റൂമിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു അയാള്. ആദർശ് നയനോട് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശനും മുത്തശ്ശിയും സമ്മതിച്ചായിരുന്നോ ഇവിടെ കിടക്കാനായിട്ട്? നയന് പറയാ, അതുകൊണ്ടല്ലേ ഇവിടെ വന്നത്. എന്ന് വെച്ച് ഞാൻ ബെഡിലൊന്നും കിടക്കത്തില്ല, താഴെ കിടക്കുള്ളൂ. ആദർശ് ചോദിക്കുന്നുണ്ട്, ഓ വാശിയാ? നയന് പറയുന്നുണ്ട്, വാശി തന്നെ ഈ കാര്യത്തില്. ആദർശ് പറയാ, എന്നാ ആയിക്കോ, എന്റെ പ്രസൻസിൽ കിടക്കണമെന്നേ ഉള്ളൂ. ഇടയ്ക്കൊന്ന് എഴുന്നേക്കുമ്പോ എനിക്കൊന്ന് കാണുകയും ചെയ്യാമല്ലോ. അങ്ങനെ ചിരിച്ചുകൊണ്ട് നയന വെട്ടക്കഞ്ഞ വിരിക്കുക. ആദർശ് പറയുന്നുണ്ട്, താഴെ നല്ല തണുപ്പുണ്ട്. നയന പറയുന്നത്, സാരമില്ല. ചോദിക്കുന്നുണ്ട്, നിനക്ക് ഉറക്കം വരുന്നുണ്ടോ? അപ്പം എന്നാ പിന്നെ നമുക്ക് കുറച്ചു നേരം സംസാരിച്ചിരിക്കാം. എന്നിട്ട് ആദർശ് ചോദിക്കുക, നീ ഡോക്ടർ തന്ന ആ വൈറ്റമിൻ ടാബ്ലറ്റ്സ് കഴിച്ചായിരുന്നോ? അതൊക്കെ ഞാൻ കൃത്യമായിട്ട് കഴിച്ചു എന്ന് നയന പറയാ. എന്നിട്ട് ആയുഷ് പറയാ, നമ്മുടെ കല്യാണത്തിന് തൊട്ട് മുന്നേയാ മണ്ഡലകാലം വന്നത്. അന്ന് മുത്തശ്ശനും കൂടെ മലയ്ക്ക് പോകാനായിട്ട് ഉണ്ടായിരുന്നു. അന്ന് എനിക്കും ഈ കുടുംബത്തിന് യോജിച്ച ഒരു പെണ്ണിനെ കിട്ടാനായിട്ട് സ്വാമിയോട് പറഞ്ഞിരുന്നു. അപ്പൊ നയന പറയാ, ഭഗവാൻ ചതിച്ചെന്ന് ഇടയ്ക്ക് തോന്നിയിരുന്നു അല്ലേ നമ്മുടെ കല്യാണം കഴിഞ്ഞ ആ സമയത്ത്? ആയുഷ് പറയുക, എന്തിനാ സത്യം മറച്ചു വെക്കുന്നത്? ഭഗവാനോട് പോലും ദേഷ്യം തോന്നിയിരുന്നു. എന്നാൽ ഭഗവാന്റെ തീരുമാനം ശരിയാണെന്ന് മനസ്സിലായത് ഇപ്പോഴാ. ഇതിലും മികച്ച ഒരു ഭാര്യയെ എനിക്ക് ഈ ജന്മത്തിൽ കിട്ടാൻ പോകുന്നില്ല. ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല. അതുകൊണ്ട് ജീവിതത്തിൽ അധികം എനിക്ക് വിഷമിക്കേണ്ടിയൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ ആകെയുള്ളൊരു വിഷമം അമ്മ നിന്നോട് കാണിക്കുന്ന അവഗണനയാണ്. അതിന് ഉടനെ ഒരു പരിഹാരം ഉണ്ടാവുമെന്നാണ് എന്റെ വിശ്വാസം. നമ്മളെ ആഗ്രഹിച്ച ഒരു ജീവിതം നമ്മുടെ മുന്നിലുണ്ട്. അതിനു മുന്നേ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ ഉള്ളത് നല്ലത് തന്നെയാ. കല്യാണം കഴിഞ്ഞ് 5-6 വർഷം കഴിയുമ്പോൾ ജീവിതത്തോട് ഒരു മടുപ്പ് തോന്നുന്ന തലമുറയിലൂടെയാണ് നമ്മളിപ്പോ കടന്നു പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു തകരാറ് ഉണ്ടാവില്ലെന്നാ എന്റെ വിശ്വാസം. തുടക്കത്തിൽ പേച്ചവരാണല്ലോ നമ്മള്. അതുകൊണ്ട് ഇനിയുള്ള ജീവിതം നമുക്ക് വിജയകരമായിരിക്കും. സ്വാമി ശരണം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കിടക്കുക. രണ്ടുപേരും ഇങ്ങനെ പരസ്പരം മുഖമൊക്കെ നോക്കി കിടക്കുന്നുണ്ട്. ജലജ ജാനകിയോട് പറയുന്നുണ്ട്, അവളെ മിസ്റ്റർ ക്ലീൻ ആവാനുള്ള പരിപാടിയാ. ഏട്ടത്തി ഹോസ്പിറ്റൽ ആയതിന്റെ ഉത്തരവാദിത്തം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാനാണ് അവൾ നോക്കുന്നത്, എന്റെയും നിന്റെ മരുമകളുടെയും തലയിലെ. ജാനകി പറയുന്നുണ്ട്, അതുകൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ. അവളാണ് ആ പാല് തിളപ്പിച്ചത് എന്ന് ആരും ഉറപ്പല്ലേ. പിന്നെ ഇനി അവള് ആരെ സ്വാധീനിച്ചാലും എത്ര ആണയിട്ടാലും അവളെ ദേഹത്ത് വീണ ചെളി മായ്ച്ചു കളയാനൊന്നും പറ്റത്തില്ല. ഇങ്ങനെ പറയുമ്പോ ജലജയുടെ ഫോൺ കോൾ വരുക. അവൻ വിളിക്കുന്നുണ്ട് അഭി. നേരത്തെ അവനാ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞത് അവള് പ്രതിയാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന്. ഇനി ഇത് എന്തിനാന്തോ അവൻ വിളിച്ചത്. പറയുന്നു പറഞ്ഞിട്ട് സംസാരിക്കുമോ ജലജ. അഭി പറയുന്നുണ്ട്, സ്വന്തം അമ്മ ഐസി കിടക്കുമ്പോ അവിടെ കൂട്ടിരിക്കാതെ ഏട്ടൻ ഇങ്ങോട്ട് വന്നത് അയ്യപ്പൻ പാട്ട് കേട്ടിരിക്കാൻ വേണ്ടി മാത്രമല്ല, അവളുമായിട്ട് ഒന്നിച്ച് ഒരു റൂമിൽ കഴിയാൻ വേണ്ടിയിട്ടാ. ജലജ ചോദിക്കുന്നുണ്ട്, എന്താ നീ പറഞ്ഞത്? അഭി പറയുന്നുണ്ട്, അതേന്നെ, ഇപ്പോൾ ആദർശേട്ടന്റെ റൂമിൽ കയറി കഥ കടച്ചതേ ഉള്ളൂ. ജലജ പറയുന്നുണ്ട്, നാണം കെട്ടവള്. അവൻ ഇനിയിപ്പോ വിളിച്ചാൽ തന്നെ അവള് പോവാൻ പാടുണ്ടോ? വീട്ടിലെ പെണ്ണുങ്ങളല്ലേ പരിശുദ്ധിയോടെ ഈ സമയങ്ങളിൽ കഴിയേണ്ടത്. അഭി പറയാ, അമ്മായി ഒന്ന് വിവരം അറിയിക്കാൻ പറ്റുവാണെങ്കിൽ ഒന്ന് പറഞ്ഞേക്കെന്ന് പറഞ്ഞിട്ട് ജലജ ഫോൺ വെക്കുവാട്ടോ. ജാനകിയോട് ജലജ പറയുന്നുണ്ട്, അവനെ വ്രതം തെറ്റിക്കാനുള്ള പുറപ്പാടാ ആദർശ്.
ഇപ്പം ദേ ഭാര്യയും ഭർത്താവും കൂടെ ഒരു റൂമിൽ കിടക്കുന്നെന്നാ കേട്ടത്. ജാനകി ചോദിക്കുന്നത് സത്യമാണോ? പിന്നെ ഈ രാത്രിയില് ചുമ്മാ കള്ളം പറയേണ്ട കാര്യമുണ്ടോ? ജാനകി പറയുക, അവളിത് എന്ത് ഭാവിച്ചിട്ടാ ഈ നേരത്ത് അവളല്ലേ മാറിക്കിടക്കേണ്ടത്? ജലജ പറയുക, അവള് മാറിക്കിടന്നതുമില്ല, ഭർത്താവ് മാറി കിടക്കാനും പറഞ്ഞില്ല. ഇവിടെ അമ്മയ്ക്ക് കൂട്ടിരിക്കാതെ പോയത് അവളെ കാണാനാ. അവളുടെ വേദനയാണല്ലോ അവന് സഹിക്കാൻ പറ്റാത്തത്. ജാനകി ഇത് ഏട്ടത്തിയെ അറിയിക്കണം. ജാനകി പറയുന്നുണ്ട്, ഏട്ടത്തിയെ ഐസിയിലല്ലേ? ജലജ പറയുന്നുണ്ട്, ഇന്ന് റൂം ഇല്ലാത്തത് കൊണ്ടല്ലേ ഏട്ടത്തിയെ റൂമിൽ ആക്കാത്തത്. റൂം കിട്ടുകയാണെങ്കിൽ റൂം ഐസിയിൽ നിന്ന് റൂമിലോട്ട് മാറ്റുമല്ലോ. അങ്ങനെയാണെങ്കിൽ ചൂടാറുന്നതിന് മുന്നേ ഇത് ഏട്ടത്തിയെ അറിയിക്കണം. അപ്പൊ ജാനകി പറയുന്നുണ്ട്, ഞാൻ അവളെ ഒന്ന് വിളിച്ചാലോ? അപ്പൊ ജലജ പറയുന്നുണ്ട്, വേണ്ട വേണ്ട, നമ്മളിനി വിളിച്ചു കഴിഞ്ഞാൽ അവള് പറയും 2 റൂമിലാ കിടക്കുന്നതെന്ന്. സ്വന്തം അമ്മ തന്നെ വിളിച്ച് ചോദിക്കട്ടെ എന്ന് ജലജ പറയുക. ജാനകി പറയുന്നുണ്ട്, എന്റെ മരുമകള് അവളും അവളെ ചേച്ചിയും കൂടെ തറവാട്ടിൽ നിന്ന് ഓട്ടിച്ചത്, എന്നിട്ട് അവളിപ്പോ സൂചിച്ച് ജീവിക്കുക. ജലജ അപ്പൊ പറയുക, വന്ന നാൾ മുതൽ അത് തന്നെയല്ലോ അവൾ ചെയ്യുന്നത്. ഏട്ടത്തി കൂടെ അവളെ കൂടെ ഒപ്പം നിന്നിരുന്നേലേ നമ്മളൊക്കെ പുറംപോക്കായേനെ. അല്ലേലും ഞാനും എന്റെ മക്കളും പുറംപോക്കാണ്. ഇനി നീയും നിന്റെ മരുമോളും പുറത്താവാതെ നോക്കിയാ നല്ലത്. ജാനകി പറയുന്നുണ്ട്, അങ്ങനെ നമ്മളാരും അവിടെ നിന്ന് പുറത്താവാൻ പോകുന്നില്ല. ഏട്ടത്തി ഇവിടെ നിന്ന് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ പടി കടന്ന് പോകാൻ പോകുന്നത് അവളും അവളെ ചേച്ചിയായിരിക്കും. അതിനുവേണ്ടി എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ ഞാൻ ചെയ്തിരിക്കും എന്ന് പറഞ്ഞിട്ട് ജാനകി പോവാട്ടോ. ഇത് ചെയ്തിട്ട് ജലജ അങ്ങ് സന്തോഷിക്കുകയാണ്. ദേവേനെ റൂമിലേക്ക് മാറ്റിയിട്ടോ. എന്നിട്ട് ജാനകിയോടും ദേവേനി പറയുന്നുണ്ട്, ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും വീട്ടിലോട്ട് പോയാൽ മതിയായിരുന്നു. ജാനകി പറയുന്നുണ്ട്, അങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റില്ല എന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ. ദേവേനി പറയുന്നുണ്ട്, വയറ്റിൻ്റെ അകത്ത് എന്തൊക്കെയോ ഉരുണ്ട് കയറ്റവും ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്, ഗ്യാസ് കയറിയത് പോലെ, മരുന്നിന്റെ എഫക്റ്റ് കുറയുമ്പോൾ നല്ല വേദനയുണ്ടെന്നൊക്കെ. എന്നാലും ഹോസ്പിറ്റലിൽ കിടക്കുന്നത് എനിക്ക് പണ്ടേ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അപ്പം ജാനകി പറയുക, അത് ആർക്കും ഇഷ്ടമില്ലാത്ത കാര്യം അല്ലേ, നിവർത്തിയില്ലാതെ വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? ജലജ പറയുന്നുണ്ട്, ഏട്ടത്തി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വീട്ടിൽ പോകത്തതാ നല്ലത്. ദേവേനി ചോദിക്കുന്നുണ്ട്, അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? ജാനകി പറയുന്നുണ്ട്, ഏട്ടത്തി റൂമിലാക്കിയ സമയത്ത് തന്നെ ഏട്ടത്തിയുടെ മനസ്സിളക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് പറയാതെ എന്ന് പറയാ. ദേവേനി പറയുന്നുണ്ട്, എന്താ ജലജ അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ദേവേനി ചോദിക്കുക. അപ്പൊ ജലജ പറയുന്നുണ്ട്, എന്ന് ചോദിച്ചാൽ ഏട്ടത്തി ഇവിടെ ഇങ്ങനെ വയ്യാതെ കിടക്കുമ്പോഴും ഏട്ടത്തി പറയുന്നത് കേൾക്കാനായിട്ട് ആദർശിന് കഴിയുന്നുണ്ടോ? ഇവിടെ നിൽക്കുമ്പോഴും അവന്റെ മനസ്സങ്ങ് അങ്ങ് വീട്ടില, അതുകൊണ്ടാ അവനെ അങ്ങ് പറഞ്ഞു വിട്ടിട്ട് ഞങ്ങൾ ഇവിടെ കൂട്ടുനിന്നത്. ജാനകി പറയുന്നുണ്ട്, അത് ശരിയേട്ടത്തി, ഏത് നേരം അവന്റെ ഭാര്യ കാണണമെന്നും ചിന്ത മാത്രമേ ഉള്ളൂ. ഇപ്പൊ തന്നെ അവൾ ഏത് റൂമിലാണെന്ന് ഏട്ടത്തി അവനൊന്ന് വിളിച്ചു ചോദിച്ചാൽ അറിയാം. ജാനകി അപ്പൊ എന്നിട്ട് ജാനകി പറയുന്നുണ്ട്, രണ്ടാളും ഒരു റൂമിൽ കിടക്കുന്നെന്നാ കേട്ടത്. അപ്പം ദേവേനി പറയുന്നുണ്ട്, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. അപ്പത്തേനും ഏട്ടത്തിയുടെ വിശ്വാസം അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ തിരുത്തുന്നില്ല. എന്തായാലും ഇപ്പൊ രണ്ടാള് 2 റൂമിലാണെന്നാ കേട്ടത് എന്ന് പറയുന്നുണ്ട്. അപ്പത്തേനും ജാനകി പറയുന്നുണ്ട് ജാനകി പറയുന്നുണ്ട്, ഏട്ടത്തിയോട് ഈ കാര്യമൊന്നും പറയണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് സന്ധ്യ മൂടി വെക്കാൻ ശ്രമിക്കുന്നില്ല. രണ്ടാളും ഒരു റൂമിലെന്നാണ് അഭി വിളിച്ചു പറഞ്ഞതെന്ന് ജാനകി ദേവനോട് പറയുന്നുണ്ട്. അപ്പം ദേവനി പറയുന്നുണ്ട്, അഭി പറയുന്നതൊന്നും അങ്ങനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. ചില സമയത്തെ കളവ് പറയും, ഇവളെ പോലെ തന്നെ അഭി. അപ്പത്തേനും ജലജ പറയുന്നുണ്ട്, അയ്യോ ഞാൻ ഇനിയൊന്നും പറയുന്നില്ലേ. അപ്പം ദേവേനി ജാനകിയോട് പറയുന്നുണ്ട്, നീ ആ ഫോൺ ഇങ്ങനെ എടുത്ത് തന്നെ ആദർശിനൊന്ന് വിളിച്ചു താന്ന് പറയുക. ഇപ്പൊ തന്നെ എനിക്ക് അവനോടൊന്ന് സംസാരിക്കണം. അവൻ എന്നോട് സത്യം പറയുമെന്ന് അറിയാലോ. അപ്പൊ ജാനകി പറയുന്നുണ്ട്, സത്യം പറയുമെന്ന് നോക്കട്ടെ. അപ്പം മാലയിട്ടേക്കും അല്ലേ, അവൻ സത്യം പറഞ്ഞില്ലേല് അവന് തന്നെ അത് ബാധിക്കാൻ പോകുന്നത്. അപ്പം ജലജ പറയുന്നുണ്ട്, എന്ത് ചെയ്യാൻ ഏട്ടത്തി, ചില ആൺപിള്ളേർക്ക് അച്ഛൻ ചത്താലും അമ്മ ചത്താലും ഒരു പ്രശ്നമില്ല, ഇന്നലെ കയറി വന്നവള് മാത്രം മതി, അവർക്ക് വേണ്ടിയിട്ട് ആരെ വേണമെങ്കിലും കൊല്ലും. ആദർശി നയനിങ്ങനെ ഉറങ്ങാതെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ആദർശി നയനിങ്ങനെ നോക്കിക്കൊണ്ട് കിടക്കുന്നുണ്ട്. അപ്പൊ നയന ചോദിക്കുന്നുണ്ട്, ഉറങ്ങുന്നില്ലേ? ഉറക്കം വരുന്നില്ല എന്ന് ആദർശി പറയാ. നയന പറയുന്നുണ്ട്, ഞാൻ റൂമിലുള്ളപ്പോ പെട്ടെന്ന് ഉറങ്ങുമെന്നാണല്ലോ എന്നോട് പറഞ്ഞത്. ആദർശ് പറയാ, എന്താന്നറിയത്തില്ല, നീ ആയിട്ട് സംസാരിച്ചിരിക്കുകയാണ് തോന്നുന്നതെന്ന് പറയുക. അപ്പൊ നയന പറയുക,
നാളെ രാവിലെ അമ്പലത്തിൽ പോകേണ്ടതല്ലേ, കിടന്നുറങ്ങാൻ നോക്കെന്നൊക്കെ പറയുക. നയന പറയുക, എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഉറക്കം കുറവാന്നൊക്കെ പറയുക. ആദിശി പറയുക, നന്നായിട്ട് ഉറങ്ങണമെന്നാ ഡോക്ടർ പറഞ്ഞേക്കണത്, നിനക്ക് വിളച്ച് കുറവല്ലേ എന്നൊക്കെ പറയുക. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആദിശിന്റെ ഫോണിലോട്ട് കോള് വരിക. ഫോൺ നോക്കിയിട്ട് ആദിശി പറയുന്നുണ്ട്, ഇത് അമ്മയാണെന്ന് പറയുക കേട്ടോ. ഈ സമയത്ത് എന്തിനാ അമ്മ വിളിക്കുന്നതെന്ന് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് അമ്മ എന്ന് പറയും സംസാരിക്കുക. ദേവേനെ ചോദിക്കുന്നുണ്ട്, നീ ഇപ്പൊ എവിടെയാ? ഞാൻ ഇവിടെ ഉണ്ട് അമ്മ എന്ന് പറയുക. അമ്മ ഐസിൽ നിന്ന് മാറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, നീ എവിടെയാണെന്നാ ഞാൻ ചോദിച്ചെന്ന് പറയുക. അപ്പം ഞാൻ എന്റെ റൂമിലുണ്ടെന്ന് പറയുക. അപ്പം ദേവേനെ ചോദിക്കുക, നീ ഒറ്റയ്ക്കേ ഉള്ളുവാ, നീ എന്താ ഒന്നും പറയാത്തേന്ന് ദേവേനെ വീണ്ടും ചോദിക്കുക. വീട്ടിന്റെ അകത്ത് ആരും ഇല്ലെങ്കിൽ അത് പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ ആശി മിണ്ടാതെ നിൽപ്പുണ്ട്. എന്നിട്ട് ദേവേനെ പറയുക, നീ സൗമ്യയാണ്, ഈ സമയത്ത് കള്ളം പറയാൻ പാടില്ലെന്നാ പറയുന്നത്. ആദിശി പറയുക, അത് പിന്നെ ആദിശി പറയുക, നയന ഇവിടെ ഉണ്ട്, എനിക്ക് തണുപ്പൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ രണ്ടുപേരും ഒരു റൂമിൽ കിടന്നാൽ മതിയെന്ന് മുത്തശ്ശനാ പറഞ്ഞത്, അവൾ താഴെ കിടക്കുന്നതെന്നൊക്കെ പറയാ. അപ്പൊ ദേവന് പറയാ, ഞാൻ നിന്നോട് എന്താ പറഞ്ഞത്, 41 ദിവസം രണ്ടാള് രണ്ട് റൂമിൽ കിടക്കുമെന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് 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 നീ അവരുടെ കയ്യിലൊന്ന് ഫോൺ കൊടുത്തേന്ന് പറഞ്ഞിട്ട് ആദിശിയുടെ ദേഷ്യത്തിന് ദേവേനി പറയുക കേട്ടോ. അപ്പൊ ആദിശി ഇങ്ങനെ നോക്കുക. അപ്പൊ ഇതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ്. എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.